ഹായ്. നമ്മൾ എല്ലാ ദിവസവും ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സപ്പ് തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും മിക്കവാറും കണ്ടിട്ടുണ്ടാവുന്നൊരു വീഡിയോസ് ആയിരിക്കും ഈ ചികിത്സാ സഹായം ചോദിച്ചിട്ടുള്ള ആൾക്കാർ, കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരായാലും വളരെ ദുരിതമനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അവർ ചികിത്സയ്ക്ക് സഹായം ചോദിച്ചിട്ട് ഉള്ള വീഡിയോ നമ്മളെല്ലാവരും കാണുന്നതാണ്. ഒന്ന് ആലോചിക്കുക, വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാവുന്നൊരു പ്രശ്നമാണത്. നമ്മുടെ കേരളത്തിന് കാര്യം തന്നെ എടുക്കാം. കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. ഒരു ദിവസം 3.5 കോടി രൂപ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാരൊക്കെ ചികിത്സിക്കാൻ പറ്റില്ലേ? ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗവൺമെൻറ് നമ്മുടെ കയ്യിൽ നിന്ന് 1 രൂപ വെച്ചെടുത്തോട്ടെ. ഒരു ദിവസം 1 രൂപ വെച്ചിട്ട് ഗവൺമെൻറ് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തോട്ടെ. ഓക്കെ, അപ്പോൾ തന്നെ എത്ര കാശായി? നമ്മളത് കൊടുക്കാൻ തയ്യാറാണ്. 365, അതായത് ഒരു വർഷത്തിൽ 365 രൂപയാണ് ഒരു ആളുടെ കയ്യിൽ നിന്ന് ആവുന്നുള്ളൂ. ഈ 1 രൂപ വെച്ചിട്ട് എല്ലാവരുടെയും കയ്യിൽ നിന്ന് എടുത്ത് കഴിയുമ്പോൾ തന്നെ 3.5 കോടി രൂപ ഒരു ദിവസം കിട്ടുവാണ്. ഇപ്പോൾ 3.5 കോടി പോട്ടെ, 3 കോടി രൂപ കിട്ടുവാണ്. അപ്പോൾ തന്നെ കുറേ ആൾക്കാരുടെ ഈ പ്രശ്നങ്ങൾ പരിഹാരമാവല്ലേ? നമ്മൾ അവർക്ക് വെറുതെ കൊടുക്കണം എന്നല്ല പറയണേ. ചികിത്സ വേണ്ട ആൾക്കാർക്ക്, അത് പണക്കാരെന്നോ പാവപ്പെട്ടവനോ അങ്ങനെയൊന്നുമല്ല. ചികിത്സ ആർക്കൊക്കെ വേണം അവർക്കൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുക. 1 രൂപ ഇത് നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യമാണ് സിമ്പിളായിട്ട്. ഇത് ആരാണ് ഇതിൻ്റെ അധികാരപ്പെട്ട ആൾക്കാരെന്ന് എനിക്കറിയില്ല. പക്ഷെ അതാരെങ്കിലും കേൾക്കുകയാണെങ്കിൽ അതിനുള്ളൊരു മുൻകൈ എടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ വളരെ ഒരു ഹെൽപ്ഫുള്ളായിരിക്കും എല്ലാവർക്കും. അതായത് ഒരു കുടുംബം നശിച്ചു പോണ കാര്യമാണ്. ഒരു അസുഖമൊക്കെ വന്നിട്ട് അതിനുവേണ്ട പൈസ മൊത്തം വീടും ഇതൊക്കെ വിറ്റ് ആൾക്കാർ പൈസ ചിലവാക്കുന്നുണ്ട്. എന്നിട്ട് അതിന് എന്താ പറയുക, എന്തൊക്കെ ഒരു പരിഹാരം കിട്ടുക എന്നുള്ളൊരു സംഭവം അല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ഇതിപ്പോൾ കേൾക്കുന്നതിൽ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, കുറച്ചുകൂടി അറിവുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് വേണ്ട അധികാരികളിലേക്ക് പറഞ്ഞു കൊടുത്ത്, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. ഇതാരെങ്കിലും ചെയ്യേണ്ടോയെന്നറിയില്ല, എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. പക്ഷേ ഞാൻ കുറച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളുടെ ജനങ്ങൾക്ക് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇത്ര പൈസ മാറ്റി വെച്ചതായിട്ട് ഒരു സംഭവം എവിടെയും കാണുന്നില്ല. അതായത് ഒരു വ്യക്തിയുടെ ചിലവിന് ഗവൺമെൻറ് ഇത്ര പൈസ മാറ്റി വയ്ക്കുമല്ലോ, അങ്ങനെയൊന്നും കാണുന്നില്ല ശരിക്കും. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാൻ പറ്റുന്ന